കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ടെറസിൽ നിറയെ മാവുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. കുറേയധികം മാവുകൾ ഞാൻ വെച്ചിട്ടുണ്ട് ഡ്രമ്മിലെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിലൊരു മാവാണ് ഇത്. ഞാൻ കുഴിപ്പള്ളത്തു നിന്ന് മേടിച്ചതാണ്. കണ്ടാൽ ഏതാണ്ട് കാലാപ്പാടിയുടെ ആകൃതിയാണ്. മാങ്ങയ്ക്ക് ചുണ്ട് വളഞ്ഞിട്ടുള്ള ഒരു മാങ്ങയാണ്. പക്ഷേ ഇത് പഴുക്കാൻ തുടങ്ങുമ്പോൾ കളറ് ചെറുതായിട്ട് വ്യത്യാസം വരുന്നുണ്ട്. രുചിയും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് 3 വർഷമായിട്ട് ഇത് കായ്ക്കുന്നുണ്ട്. ചെറിയൊരു തൈയായിരുന്നു കൊണ്ടുവന്നപ്പോൾ. അപ്പോൾ തന്നെ പൂവുണ്ടായിരുന്നു. പിറ്റേ വർഷം അതിൻ്റെ പിറ്റേ വർഷം കായ്ച്ചു. ഇപ്പോൾ 10-22 കായ്ച്ചു. പക്ഷേ മാങ്ങ ഏതാണ്ട് ഒരു കാൽ ഉണ്ണിമാങ്ങ ആയപ്പോഴത്തേക്കും അത് പൊഴിഞ്ഞു പോയി. പിന്നെ എനിക്ക് പൊഴിഞ്ഞതിന് ശേഷം കിട്ടിയത് 6 മാമ്പഴമാണ്. പക്ഷേ ഇത് വിളയാൻ നേരത്ത് ഇതിൻ്റെ കവളൊക്കെ ഒന്ന് ചെറുതായിട്ട് ചുവക്കും. ഇതിൻ്റെ ഉൾക്കാമ്പ് നല്ല കട്ടിയാണ്. മാവ് ചവച്ചരച്ചതുപോലെ കഴിക്കാൻ പറ്റും. കാലാപ്പാടിയുടെ ഏകദേശം കാലാപ്പാടി മാങ്ങയുടെ ടേസ്റ്റാണ്. അപ്പോൾ അതെനിക്ക് 6 കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് പറിച്ചെടുക്കാം. പിന്നെ ഇതേ ചാമ്പ കണ്ടോ നിൽക്കുന്ന ഗ്രീൻ ചാമ്പയാണ്. ഡാർക്ക് ഗ്രീൻ അല്ല, ഒരു യെല്ലോയിഷ് കലർന്ന ഒരു ഗ്രീൻ ചാമ്പയാണ്. നിറയെ പിടിക്കും. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ പിച്ചിയെടുത്താൽ വൈനുണ്ടാക്കാനും അച്ചാറുണ്ടാക്കാനും പിന്നെ ഡ്രിങ്ക്സ് ഉണ്ടാക്കാനും എടുക്കുന്നുണ്ട്. നിറയെ കൊലകുത്തി പിടിക്കുന്ന ഒരു ചാമ്പയാണിത്. അൺഫോർച്ചുനേറ്റ്ലി ഇത് മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥയാണ്. കാരണം തൊട്ടപ്പുറത്തെ പറമ്പിൽ ഒരു വീട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൊമ്പ് നേരത്തെ അങ്ങോട്ട് ചാഞ്ഞാണ് കിടന്നിരുന്നത്. അപ്പോൾ ആ വീട്ടിൽ താമസക്കാർ വരുന്നതിന് മുമ്പ് തന്നെ ഇത് മുറിക്കേണ്ടി വരും. ഇങ്ങനെ കായ കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ മുറിച്ച് കൊടുക്കാത്തത്. അപ്പോൾ കായ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കൊമ്പ്, നല്ല വലിയൊരു കൊമ്പ്, ഇതിൽ നിറയെ പിടിക്കുന്ന ഒരു കൊമ്പ് തന്നെ എനിക്ക് വെട്ടേണ്ടി വരും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം.